ഞാൻ പ്രധാനമായിട്ടും ഉടമ്പടി നിയോഗം വെച്ചത്. എനിക്ക് ആദ്യത്തെ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ ഒന്നാമത് വന്ന് പുതുക്കി. ഒന്നാമത്തെ പുതുക്കലിന് ശേഷവും എനിക്ക് ഈ നിയോഗം സാധിച്ചില്ല. ബാക്കി നിയോഗങ്ങളെങ്കിലും എല്ലാം ഒരുമാതിരി എല്ലാം സാധിച്ചെങ്കിലും ഈ ഒരു നിയോഗം മാത്രം സാധിച്ചു കിട്ടിയില്ല. ഇതിനോടിടയ്ക്ക് രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നതിൻ്റെ തലേദിവസം ഇതിനോടിടയ്ക്ക് ഞാനൊരു 50 വീടെങ്കിലും പോയി കണ്ട്. പക്ഷേ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വീട് എടുക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീടിന് വില അധികമാവും, അല്ലെങ്കിൽ തീരെ പറ്റില്ലാത്ത ഒരു വീടായിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി രണ്ടാമത്തെ പുതുക്കലിന് വരുന്നതിന് മുമ്പ് തലേദിവസം ഞങ്ങൾ വീട് കാണാനായിട്ട് പോയി 2-3 വീട് കണ്ടു. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് വീടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു വീട് ലഭിച്ചില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. അന്ന് വൈകുന്നേരം ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഒരു ചേച്ചി വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചേച്ചിക്ക് സാധിച്ചില്ല. അങ്ങനെ ഈ ചേച്ചി പുതുക്കാനായിട്ട് ഇവിടെ വന്നപ്പം ചേച്ചി പറയുകയാണ്, അമ്മേ മാതാവേ, നാളെ ഇവിടെ പുതുക്കാനായിട്ട് വരികയാണ്. ഞാൻ പുതുക്കി ഇവിടെ നിന്ന് പോകണമെങ്കിൽ, ബസ്സിൽ കയറണമെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരടയാളം അമ്മ എനിക്ക് കാണിച്ചു തരണം. അങ്ങനെ ഈ ചേച്ചി പോകുന്നതിന് മുമ്പ് ഇവരുടെ ഒന്നും ആയില്ല. ചേച്ചീൻ്റെ കൂട്ടത്തിൽ വന്നവർ ബസ്സിൽ കയറാനായിട്ട് വിളിച്ചു. എങ്കിൽ ചേച്ചി പോകാൻ അപ്പോഴും ചേച്ചിക്ക് നിയോഗം കാര്യങ്ങൾ സാധിച്ചിട്ടില്ല. ചേച്ചി ആകെ വിഷമിച്ചിട്ട് മാതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മൊബൈലിൽ ഒരു മെസ്സേജ് വരികയാണ്, ചേച്ചിക്ക് പോകാനുള്ള കാര്യങ്ങൾ റെഡിയായിരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലും പെട്ടെന്ന് ആ ഒരു സാക്ഷിയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഞാൻ കരഞ്ഞുകൊണ്ട് അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ നാളെ അവിടെ വരികയാണ്. എനിക്ക് നാളെ അവിടുന്ന് പോരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു അടയാളം നീ കാണിച്ചു തരണം. കാരണം എനിക്കറിയത്തില്ല, ഞാൻ വയനാട്ടിലാണ്. ഇതിന് എന്തടയാളമാണ് ആലപ്പുഴയിൽ കിട്ടുക അതെനിക്കറിയത്തില്ല. ആലപ്പുഴയിൽ അല്ല ഞങ്ങൾ വീട് അന്വേഷിക്കുന്നത്. എനിക്കിവിടെ നിന്ന് വീട് നോക്കാനൊട്ട് പോകാനും സാധിക്കില്ല. എങ്കിലും ഞാൻ അങ്ങനെ തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്നു ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി പുറത്തിറങ്ങി. ഞാൻ മൊബൈലെടുത്തു. മൊബൈലിൽ ഞാൻ നോക്കി വാട്സാപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള വീടുകൾ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടോ, ഞങ്ങളുടെ വിലയ്ക്ക് ഒതുങ്ങുന്നതാണോ എന്ന് ഞാൻ നോക്കി. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഞാനിത് ആരോടും പറഞ്ഞില്ല. എനിക്ക് സങ്കടം വന്നു. എനിക്കിതിനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടായിരിക്കും അമ്മ എനിക്കിതിനോട് അടയാളം തരാത്തത്. ഞാൻ അവിടുന്ന് വിഷമിച്ച് ഞാനിങ്ങനെ പോവുകയാണ്. എൻ്റെ കുടുംബം അടക്കം വന്നിട്ടുണ്ട്. എൻ്റെ മക്കളും ഹസ്ബൻഡൊക്കെ പുറത്ത് റൂമെടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്ത് റൂമെടുത്ത് അവിടെയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭർത്താവ് പറയുകയാണ്, എൻ്റെ കസിൻ്റെ മകൻ വിളിച്ചിരുന്നു, ഇന്ന സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു പള്ളിയുടെ അടുത്താണ് സ്ഥലം. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, അമ്മേ, ഞാൻ നിന്നോട് വീടല്ലേ ആവശ്യപ്പെട്ടത്, ഒരു സ്ഥലമല്ലല്ലോ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. എനിക്ക് കിട്ടിയ ഒരു അടയാളം ഒരു സ്ഥലമാണല്ലോ. സ്ഥലം വാങ്ങി, സ്ഥലത്തിന് ഭയങ്കര വിലയാണ്, സ്ഥലം വാങ്ങി വീട് വെക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സ് വിചാരിച്ചു, എൻ്റെ മാനുഷികമായ ചിന്തയിൽ ഞാൻ വിചാരിച്ചു, എനിക്ക് അടയാളം ഇതൊരടയാളമായിട്ട് അമ്മ തന്നെങ്കിലും ഇതൊന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചതെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതെ പോയി. വീട്ടിൽ ചെന്നു. ഞാനിത് തന്നെ എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നു, ഈ സ്ഥലമാണല്ലോ അമ്മ കാണിച്ചു തന്നേന്ന്. ഒരാഴ്ച കഴിഞ്ഞു. ഭർത്താവ് പറഞ്ഞു, നമുക്ക് സ്ഥലം കാണാൻ പോകാം. ഞാൻ ചോദിച്ചു, നമ്മൾ സ്ഥലം അല്ലല്ലോ വീടല്ലേ ഉദ്ദേശിച്ചേക്കണേന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് ഈ ചിന്ത വന്നു, അമ്മ തന്ന അടയാളം ഇനി ഇതാണോ എടുക്കാൻ പോകുന്നത്. ചെന്ന് കണ്ടു, സ്ഥലം ഇഷ്ടപ്പെട്ടു. സ്ഥലം ഞങ്ങൾ ടോക്കൺ കൊടുത്തു. ഞങ്ങൾ ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞും വലിയൊരു വില കൊടുത്താണ് ഞങ്ങൾ സ്ഥലം വാങ്ങിയത്. 10 സെൻറ്റ് സ്ഥലം എടുത്തു. 3 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. അവിടെയും തടസ്സങ്ങൾ മാറിയില്ല. 3 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം അവർക്കൊരു 7 ലക്ഷം രൂപയും കൂടെ അവർക്ക് ചെറിയൊരു കടമുണ്ട്, രജിസ്ട്രേഷന് മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളത് 7 ലക്ഷവും കൂടെ കൊടുക്കാം എന്ന് വിചാരിച്ച് പോകുന്നതിന് മുമ്പാണ് അറിയുന്നത്, സർവൈവർ വന്ന് അളന്നു. സ്ഥലം ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു വീതിയിൽ കിട്ടുന്നില്ല. അപ്പം കേൾക്കുന്നവരൊക്കെ പറയും, ഇവരെ പോയി സ്ഥലം അന്വേഷിച്ച് നടന്നിട്ട് ഇങ്ങനെയൊരു സ്ഥലമാണല്ലോ കിട്ടുക. കാരണം ഒരു വണ്ടി ഷെഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള വീതി ഞങ്ങൾക്കാകുന്നില്ല. ദൈവമേ, എല്ലാവരും കുറ്റം പറയുമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വിചാരിച്ച് ഞാനിത് അതിനുശേഷം ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞായിരുന്നു, മാതാവ് തന്ന അടയാളമാണ്,
ഞങ്ങൾ സ്ഥലം ഉദ്ദേശിച്ചില്ലെങ്കിലും സ്ഥലമാണ് കിട്ടിയതെന്ന്. അവസാനം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, 7 ലക്ഷം കൊടുക്കുന്നത് എങ്ങനെ, ഈ സ്ഥലക്കച്ചവടം ഇതായി പോകും, ആകെ മോശംകേടാണ്, അമ്മ തന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നീ തന്ന സ്ഥലമാണെങ്കിൽ നീ ഇതിലെന്തെങ്കിലും പ്രവർത്തിക്കണം, ഞങ്ങൾക്ക് അതിന് യോജിച്ച ഒരു 18 മീറ്റർ വീതിയെങ്കിലും ഞങ്ങൾക്കതിന് കിട്ടണം, നീ പ്രവർത്തിച്ച് നീ തന്ന സ്ഥലമാണെങ്കിൽ നീ തന്നെ ഇതിൽ പ്രവർത്തിക്കണം. ഒരു സർവൈവർ വന്ന് അളന്നുപോയ സ്ഥലം നമുക്കൊരിക്കലും രണ്ടാമത് അളന്ന് ആരും തരികയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെ ഭർത്താവ് ചെന്ന് വീതിയുടെ കാര്യം ചോദിച്ചു. അവർ പറഞ്ഞു, സ്ഥലം തരാൻ ഉദ്ദേശിച്ചവർ പറഞ്ഞു, നിങ്ങൾക്ക് 3 ലക്ഷം രൂപ അഡ്വാൻസ് തന്നതും ടോക്കൺ തന്ന പൈസയും ഞങ്ങൾ തിരിച്ചു തരാം, അല്ലാതെ ഇത് വഴിക്ക് സ്ഥലം വിട്ടിട്ടുണ്ട്, അവർക്ക് പ്ലോട്ടാക്കി കൊടുക്കാനുള്ളതാണ്, ഞങ്ങൾക്ക് മാത്രം വീതി കിട്ടിയാൽ പോരാ, ബാക്കി കൊടുക്കുന്നവർക്കും വീതി കിട്ടണം. അപ്പോൾ അവർ പെട്ടെന്ന് എന്താണെന്നറിയത്തില്ല, സർവൈവറെ വിളിച്ചു. സർവൈവർ പറഞ്ഞു, ഞാൻ വരാം. രണ്ടാമത് വന്നു, സ്ഥലം അളന്നു. 18 മീറ്റർ വീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം അളന്ന് കിട്ടി വീണ്ടും രണ്ടാമത്. പിന്നെ ഞങ്ങൾ ആ സ്ഥലത്തിന് രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ആ സ്ഥലത്തിൽ കിണർ കുത്താനായി ചെന്നു. 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. സ്ഥാനം നോക്കിയപ്പം 2 സ്ഥലത്ത് മാത്രമേ വെള്ളം കാണുന്നുള്ളൂ. വെള്ളം കാണുകയെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ഒരു നടുക്ക് ഭാഗത്തായിട്ട് ഏകദേശം വരും, വീടിൻ്റെ ഒരു നടുക്ക് ഭാഗത്തായിട്ട് അവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ. രണ്ടാമത് കണ്ട സ്ഥലവും ഒരു സൈഡിലായിട്ടാണ് വരുന്നതെങ്കിലും അവിടെ ഏപ്രിൽ മെയ് മാസത്തിൽ സ്ഥാനം കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടുമായിരിക്കും. ഒറ്റപ്പാറയാണ്, അത് കാരണം വെള്ളം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 260 അടിയെങ്കിലും താഴ്ത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ചെറുതായിട്ട് വെള്ളം കാണാൻ പറ്റുള്ളൂ. 350 അടി എങ്കിലും താത്തിയാൽ മാത്രമേ വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളാകെ വിഷമത്തിലായി. ഞാൻ സ്ഥലം ഇതിന് വന്നതിന് മുമ്പ്, സ്ഥാനം നോക്കാൻ വരുന്നതിന് മുമ്പ് പോയി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ഇനി എന്ത് ചെയ്യും, 10 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ, അതിൽ പിന്നെ വേറെ എവിടെയും സ്ഥാനം ഇല്ല, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ഭർത്താവ് പറഞ്ഞു, ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇടാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എൻ്റെ പേരിൽ ഇടണോ? ഞാൻ കാരണം പ്രാർത്ഥനകളൊക്കെ ചെല്ലണം ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ബുധനാഴ്ച ഉപവാസം, ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കണം, പറ്റുമോ? അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. കിണർ കുത്താൻ വന്നപ്പോൾ അവർ അവിടെയും തടസ്സങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നെങ്കിലും കിണർ കുത്താൻ വന്നു. ഞാൻ പോയില്ലായിരുന്നു. ഉപ്പ് കൊടുത്തു വിട്ടു. വിശ്വാസപ്രമാണം ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിച്ച് അതിന് ചുറ്റും ഇടാൻ പറഞ്ഞു. അതിന് ചുറ്റും വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടു. അതിനുശേഷം ഞാൻ വീട്ടിലായിരുന്നു. ഞാൻ വന്ന് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ദിവസം ഒന്നും ആയില്ല, 130 അടി ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ, ഞാൻ ഈ ഉടമ്പടി ധ്യാനം കഴിയുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും ഒരു നല്ല സൂചന എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി ധ്യാനം കഴിഞ്ഞ് ചെവിയിലൊക്കെ തൈലം തേച്ചു. ഞാൻ പോയി വിളിച്ചു. എന്നോട് പറഞ്ഞു, 160 അടി ചെറുതായിട്ട് വെള്ളം കാണാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലായതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ കിണറിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. ഉടമ്പടി ഉപ്പ് എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. പോയ വഴിക്ക് ഞാൻ ചെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ 7 പ്രാവശ്യം ഈ കിണറിൻ്റെ ചുറ്റിനും നടന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അതിനുശേഷം ഞാനിവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ വരുമ്പോഴത്തും എനിക്ക് ഒരു നല്ല വാർത്ത കേൾക്കാൻ ഇടയാക്കണം. ഞാൻ ഫോൺ എടുത്തില്ല, കുറച്ച് താഴെയാണ് കിണർ. ഞാൻ പോയി ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരു 5 വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പിട്ട് കാണുമായിരിക്കും. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് വിളിച്ചു, 195 അടിയിൽ നല്ല വെള്ളമായി എന്ന് പറഞ്ഞു. 7 വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പിട്ട് ഞാൻ തിരിച്ചു കയറി വന്നു. മോള് പറഞ്ഞു, അമ്മേ, അപ്പായി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു, 220 അടി മാത്രം മതി, 260 അടി താഴ്ചയിൽ വെള്ളം ചെറുതായിട്ട് കാണുകയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് 160 അടി താഴ്ചയിൽ ഞങ്ങൾ വെള്ളം കണ്ടു. 195 അടി താഴ്ചയിൽ നല്ലോണം വെള്ളമായി. 220 അടി താഴ്ച കൊണ്ട് ഞങ്ങൾ നിർത്തി. 350 അടിയിൽ ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ സ്ഥാനത്താണ് ഞങ്ങൾ 220 അടിയിൽ വെള്ളം കണ്ട് നിർത്തിയത്. അതിനുശേഷം ഞങ്ങൾ മൂന്നാമത് ഞാൻ പിന്നെ പുതുക്കാൻ വന്നില്ല. ഇത് 3ാമത്തെ പുതുക്കൽ ഞാൻ ഇപ്പോഴാണ് വരുന്നത്.
സാധാരണ ഞാൻ ചിലപ്പോൾ 1, 2, 3 മാസം ഗ്യാപ്പിട്ട് കഴിയുമ്പോഴാണ് വരുന്നത്. ഞാൻ സാധാരണ ഓൺലൈൻ ഉടമ്പടി എടുക്കാറില്ല. അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണം. ഞാൻ ഉടമ്പടി എടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞു. ഇതെൻ്റെ മകള് അൽന മരിയ. ഇവക്ക് ഒരു ദിവസം പെട്ടെന്ന് പനിയായി. ഇവൾ സ്കൂളിൽ പോയി, മേലുവേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സ്കൂളിൽ പോയി. സ്കൂളിൽ നിന്ന് വന്ന് പനിച്ചു വന്നു. പനിയുടെ മരുന്ന് കൊടുത്ത് കിടത്തി. പിറ്റേ ദിവസം രാവിലെ അവൾക്ക് വീണ്ടും രാത്രി മുഴുവൻ പിച്ചും പേയും പറഞ്ഞിരിക്കുകയാണ്. രാവിലെ അവൾ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാൻ സ്കൂളിൽ പോയിക്കോളാം. അവൾ സ്കൂളിൽ പോയി. തിരിച്ച് വന്നപ്പോൾ അവൾ പനിച്ച് ഭയങ്കരമായിട്ടാണ് വന്നത്. രാത്രി വയറുവേദനയുണ്ട്. ഇവൾക്ക് ഗ്യാസിൻ്റെ അസുഖമുള്ളതുകൊണ്ട് വയറുവേദനയുണ്ട്. എന്താ നിനക്ക് വയറുവേദന, ഗ്യാസ് ഇതിൻ്റെ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇവളോട് പറഞ്ഞ് തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഇവളോട് പറഞ്ഞു നീ കടന്നോ, ഒരു കുഴപ്പമില്ല, ഛർദ്ദിക്കൊന്നുമില്ല, ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഛർദ്ദിക്കൊന്നുമില്ല, നീ ധൈര്യമായിട്ട് കടന്നോളാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് കടത്തി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കാണും കൊച്ചെഴുന്നേറ്റു, ഛർദ്ദിച്ചു, നല്ല പോലെ ഛർദ്ദിച്ചു. ഞാൻ ലൈറ്റ് ഇട്ട് നോക്കി. കൊച്ചിൻ്റെ ഛർദ്ദിയിൽ ഭർത്താവ് എറിഞ്ഞു. എന്താ ഇവളുടെ ഛർദിയിൽ ഒരു കളറ് വ്യത്യാസം, കൊച്ചിൻ്റെ ബ്ലഡാണ് അവൾ ഛർദ്ദിച്ചേക്കുന്നത്. അവൾ കഞ്ഞി കുടിച്ച് കടന്നിട്ട് ഒരു തുള്ളി വറ്റ് പോലും അതിലില്ല, ബാക്കി മുഴുവൻ ബ്ലഡാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൾ വീണ്ടും ഛർദ്ദിച്ചു. വീണ്ടും ബ്ലഡ് തന്നെ. ഞങ്ങൾ പെട്ടെന്ന് എടുത്തു കൊണ്ടുപോയി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ പേടിച്ച് വേഗം എടുത്തു. ഇപ്പോൾ ആ പേടിയുടെ ഇടയ്ക്കും എനിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. കാശ്രൂപവും തൈലവും ഉപ്പും എൻ്റെ തേനുമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓടിപ്പോയി അതെടുത്തു കൈവശം വെച്ചു. ഞാൻ പോണ വഴിക്ക് ഇവൾ പറഞ്ഞു അമ്മേ നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ, പേടിക്കണ്ട. ഇവൾ പേടി കൂടുതലുള്ള കൂട്ടത്തിലാണ്. എങ്കിലും അവൾ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു പേടിക്കണ്ടാന്ന്. ഞങ്ങൾ പോണ വഴിക്ക് ഇപ്പോൾ പല അസുഖങ്ങളാണ് കേൾക്കുന്നത്. ബ്ലഡ് ഛർദ്ദിച്ച് എനിക്ക് ആകെ പേടിയായി. ഞാൻ കരയുന്നുണ്ട്, എന്നാലും ഒരുപാട് ഒച്ച കരയാൻ പറ്റുന്നില്ല, കൊച്ചു പേടിക്കും. അതുകൊണ്ട് ഞാൻ ഒരുപാട് കരയുന്നില്ല. അന്നേരം ഞാൻ പോണ വഴിക്ക് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിന് വേറെ ഒരു അസുഖമാണെന്ന് എനിക്ക് കേൾക്കാൻ പാടില്ല. അവൾക്ക് ഒരു സാധാരണ പനി മാത്രമായിരിക്കണേ. എന്താ വേറെ ഒരു കാര്യം എനിക്ക് ഡോക്ടർമാർ പറയുന്നത് കേൾക്കാൻ പറ്റൂല. ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെന്നപ്പോഴാണ് അറിയുന്നത് അവളെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പറ്റെ താന്നു, BP കുറഞ്ഞു, പനി കണ്ടമാനം കൂടി. അധിക പനിയുടെ മരുന്ന് കൊടുത്തിട്ടും അവൾക്ക് കുറയുന്നില്ല. ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു ഇനി ഛർദ്ദിക്കുകയാണെങ്കിൽ കൊച്ചിനെ ICUയിലേക്ക് മാറ്റണം. ICUയിലേക്ക് മാറ്റിയാൽ പേടി കൂടുതലുള്ളതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കില്ല. എനിക്ക് വല്ലാതെ പേടിയാകാൻ തുടങ്ങി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ICUയിലേക്ക് കയറ്റാൻ എൻ്റെ കുഞ്ഞിനെ ഇടവരുത്തരുത്. എനിക്ക് ഇനി ഛർദ്ദിക്കാനും പാടില്ല, ബ്ലഡ് ഛർദ്ദിക്കാനും പാടില്ല. ബ്ലഡ് ഛർദ്ദിച്ചാൽ ICUയിൽ കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് അവൾ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു കൊന്ത അഴിക്ക്, കാശുരൂപം എടുക്ക്. ആ കൊന്തയിൽ ഒരു കാശുരൂപം ആ കൊന്ത കഴുത്തിലുള്ളതാണ് എൻ്റെ ആകപ്പാടെ ഒരു ധൈര്യം. ഞാൻ പറഞ്ഞു അത് ഒട്ടിച്ച് വെച്ചേക്കുവാണ്, അഴിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു പറ്റില്ല. ഞാൻ വേഗം എൻ്റെ ഉടമ്പടി കാശുരൂപം എടുത്ത് ടവലിൽ പൊതിഞ്ഞിട്ട് കൊച്ചിനോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലിക്കോ, ഇത് നീ അവരെ കാണിച്ചിട്ടുണ്ട് അവർ സമ്മതിക്കുകയില്ല, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അവൾ എക്സ്റേ എടുത്തു. ആ എക്സ്റേയിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെയായി. അവൾക്ക് പനി കുറയുന്നില്ല. അവളുടെ മോഷൻ പോകാൻ തുടങ്ങി. ബ്ലാക്ക് കളറിൽ ഛർദ്ദിച്ചില്ല. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞതിന് ശേഷം അവൾ ഛർദ്ദിച്ചില്ല. അവളുടെ മോഷൻ പോകുന്നത് ബ്ലാക്ക് കളറിൽ. അവിടെ ഹോസ്പിറ്റലിലെ നേഴ്സുമാർ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഞങ്ങൾ പെട്ടെന്ന് കോഴിക്കോട് കൊണ്ടുവന്നു. അവിടുന്ന് പോരുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു ഡെങ്കിൻ്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത്. ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഞങ്ങൾ പെട്ടെന്ന് കോഴിക്കോട് മിംസിൽ കൊണ്ടുവന്നു. അവിടുന്ന് കൊച്ചിനെ ടെസ്റ്റ് ചെയ്തു. പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ പറ്റെ താന്നു. BP പറ്റെ കുറഞ്ഞിരിക്കുകയാണ്. ഇഞ്ചക്ഷൻ വെച്ചിട്ട് കയറുന്നില്ല, ഒന്നും ആകുന്നില്ല. ഞാൻ മാതാവിനോട് വീണ്ടും പറഞ്ഞു എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം. അമ്മ മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നേക്കാം, ഒരു കുഴപ്പവും എൻ്റെ കുഞ്ഞിനുണ്ടാകരുതെന്ന് പറഞ്ഞു. അവരും പറഞ്ഞു ഡെങ്കിയാണ്. പക്ഷേ ഡെങ്കിൻ്റെ ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവ്. വീണ്ടും കടന്നു. 6 ദിവസം ഞങ്ങൾ അവിടെ കടന്നു. വീണ്ടും അവർ പറഞ്ഞു അടുത്ത ദിവസങ്ങളിലായതുകൊണ്ടായിരിക്കും നെഗറ്റീവ് കാണിക്കുന്നത്, ചിലപ്പം രണ്ടാമത് ടെസ്റ്റ് ചെയ്യുമ്പം പോസിറ്റീവ് കാണിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് 3-4 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ടെസ്റ്റ് ചെയ്തു, ഡെങ്കി നെഗറ്റീവ്. അവൾക്ക് വെറും ഒരു വൈറൽ ഫീവറായിട്ട് മാതാവ് അത് മാറ്റി.
ഞാൻ മാതാവിനോട് പറഞ്ഞ് വേറെ ഒരു സാധാരണ പനിയല്ലാതെ അവൾക്കൊരു വേറെ ഒരു അസുഖമാണെന്ന് എനിക്ക് കേൾക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അവളുടെ അസുഖം വൈറൽ ഫീവർ മാത്രമാണ്, കുഴപ്പമില്ല. 6 ദിവസത്തിന് ശേഷം അവൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോന്നു. ഇത്രയും തന്ന അമ്മ മാതാവിനും തിരുക്കുമാർ